സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്നും നാളെയും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരും അടക്കം കനത്ത മഴ തുടരുകയാണ്. തൃശൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത്, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് എന്നിവർ ഒപ്പം ചേരുന്നു. ആദ്യം ദിസ്നയിലേക്ക് പോകാം എന്ന് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ നാശനഷ്ടം വടക്കൻ കേരളത്തിലാണ്. അവിടെ കണ്ണൂരിൽ തോരാ മഴയാണെന്നറിയാം. വീടുകൾ തകർന്നിട്ടുണ്ട്. മരം വീണ് കോഴിക്കോട് ആണെന്ന് തോന്നുന്നു ഒരാൾ മരിച്ചിട്ടുണ്ട്, ഒരാളെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ദിസ്ന, ഇപ്പോഴും കനത്ത മഴയാണോ? എന്താണ് അവിടുത്തെ വ്യാപക നാശനഷ്ടമാണല്ലോ എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത്? കൃഷ്ണരാജ്, തീർച്ചയായും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരമധ്യത്തിൽ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മുക്കം, കാരശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ മഴ പെയ്യുന്നു. 3 മണിക്കൂറിലധികമായി മഴ കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാരശ്ശേരിയിലെ പ്രദേശങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിലൊക്കെ തന്നെയും വെള്ളം കയറിയ അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് വിലങ്ങാട്. നമുക്കറിയാം, വയനാടിന് സമാനമായ ദിവസമാണ് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായത്. വിലങ്ങാടിനെ ബന്ധിപ്പിക്കുന്ന പുഴയിൽ ആ പാലം അടക്കം തന്നെ ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിലങ്ങാട് പ്രദേശത്തുള്ള ആളുകളോട് ദൂരദേശങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് ബന്ധുവീടുകളിലൊക്കെ തന്നെയും മാറണമെന്നൊരു മുന്നറിയിപ്പും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ നഗരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും അനുഭവപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഈ കാരശ്ശേരി, മുക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. കൂടാതെ ഈ താമരശ്ശേരി ചുരം വഴി യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ചുരം വഴിയൊക്കെ തന്നെയും ഈ മഴക്കാലത്ത് യാത്ര എന്ന് പറയുന്നത് വളരെ ദുസ്സഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ചുരം വഴി യാത്ര ചെയ്യുന്നവരോടൊക്കെ തന്നെയും സുരക്ഷിതമായി യാത്ര ചെയ്യുവാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കൃഷ്ണരാജ്. അതോടൊപ്പം തന്നെ ഈ നഗരമധ്യത്തിൽ വെള്ളക്കെട്ടുകൾ വ്യാപകമാകുന്നു. അതിനെതിരെ BJPയുടെ പ്രതിഷേധം ഉൾപ്പെടെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. എന്തായാലും ജില്ലയിൽ വലിയ രീതിയിൽ അതിശക്തമായ മഴ തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ഒരു വീടിന് മുകളിൽ മരം വീണിരുന്നു. അവരുടെ അടുക്കളയും അതോടൊപ്പം തന്നെ കുളിമുറിയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചെറുപുഴയിൽ ഒരു വയോധികനെ കാണാതായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരി ദിസ്ന, പ്രശാന്തിലേക്ക്. പ്രശാന്ത്, അവിടെയും തിരുവനന്തപുരത്ത് അടക്കം കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. മലയോര മേഖലയിലാണ് ഏറ്റവും പ്രശ്നം. കാരണം അവിടെയൊക്കെ തോരാമഴയാണ്. രാത്രിയും പകലുമൊക്കെ മഴ ഇങ്ങനെ തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് തെക്കൻ കേരളത്തിലെ വിവരങ്ങൾ? കൃഷ്ണരാജ്, പ്രധാനമായും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്കൻ മേഖലകളിലാണ്, മലബാർ മേഖലകളിലാണ്. അതായത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിലാണ് അതിതീവ്രമായ മഴയുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ, അതായത് തെക്കൻ കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും മഴ ശക്തമായി പെയ്യുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ഈ മേഖലകളിലെല്ലാം, അത് തിരുവനന്തപുരം ജില്ലയായിക്കോട്ടെ, കൊല്ലം ജില്ലയായിക്കോട്ടെ, ഈ ജില്ലകളുടെയൊക്കെ മലയോര മേഖലകളിലെല്ലാം ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. വിവിധ ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാർ മേഖലകളിലാണ്, മലപ്പുറം മുതലുള്ള കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 4 ദിവസം മഴ ശക്തമായി പെയ്യും തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മുന്നറിയിപ്പ് ആരംഭിച്ച് 2ാം ഘട്ടത്തിലേക്ക് ഈ മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ജൂൺ മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാലവർഷം ആരംഭിച്ചിരുന്നു. ശക്തമായി പെയ്യുകയും ഒരാഴ്ചക്കാലം ശക്തമായി പെയ്യുകയും പിന്നീട് ഒരാഴ്ചക്കാലം മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടായത്. 2ാം ഘട്ടം എന്ന നിലയിൽ വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ഈ കാലവർഷം ശക്തി പ്രാപിക്കുന്നെങ്കിൽ പോലും അത് പ്രധാനമായും മലബാർ മേഖലകൾ, വടക്കൻ കേരളത്തിന്റെ ആ മേഖല കേന്ദ്രീകരിച്ചാണ് പെയ്യുന്നത്. എന്നാൽ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ എല്ലായിടത്തും മഴ ലഭിക്കുന്നുണ്ട്. അല്പസമയം, ഇന്ന് മാത്രമാണ് ഒരല്പം ആശ്വാസമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. സമയങ്ങളിൽ അല്പം ആശ്വാസമുണ്ട്. പലയിടത്തും നഗരപ്രദേശങ്ങളിൽ മഴ ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ. തിരുവനന്തപുരം അടക്കം തെക്കൻ കേരളത്തിലും കനത്ത മഴയാണ്. കേരളമാകെ
പെരുമഴയാണ്, വലിയ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ദിസ്നയും, തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്തും.